ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എനിക്കിവിടെ ഇങ്ങനൊരു അവസരം തന്ന CSSMൻ്റെ എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന വേദവാക്യം മർക്കോസ് 12-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഒരു നിയമജ്ഞൻ യേശുവിനോട് ഏതാണ് സുപ്രധാന കൽപ്പനകൾ എന്ന് ചോദിക്കുന്നതും അതിന് യേശു നൽകുന്ന മറുപടിയുമാണ്. ഇവിടെ യേശു 2 കൽപ്പനകൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ കൽപ്പന, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം. അതോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ യേശു രണ്ടാമതൊരു കൽപ്പന കൂടെ നൽകുകയാണ്. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. എപ്രകാരമാണ് ഈ 2 കൽപ്പനയും സുപ്രധാനമായിട്ട് മാറുന്നത്? അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഒന്നാമത്തെ കൽപ്പനയായ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക. ഇതും രണ്ടാമത്തെ കൽപ്പനയും ഒരുപോലെ തന്നെ സുപ്രധാനമായിട്ട് മാറുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ദൈവസ്നേഹം അത് പൂർണ്ണമായിട്ടും ഫലപ്രദമാകുന്നത് അത് പരസ്നേഹത്തിലൂടെയാണ്, നമ്മൾ അയൽക്കാരെ സ്നേഹിക്കുന്നതിലൂടെയാണ്. ഇവിടെ യേശുനാഥൻ പറയുന്നത് നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നീ എപ്രകാരമാണ് നിന്നെ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ നീ അയൽക്കാരനെയും സ്നേഹിക്കുക. അവിടെയാണ് നാം ഒന്നാമത്തെ കൽപ്പനയും രണ്ടാമത്തെ കൽപ്പനയും കൂടെ ഒത്തുചേർത്ത് വെച്ച് വായിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എപ്രകാരമാണ് നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നത്? അത് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതിന് തുല്യമാണ്. കാരണം ദൈവം തന്നതാണ് നമുക്ക് കൂടെയുള്ള എല്ലാം. എൻ്റെ പൂർണ്ണതയിൽ എന്നെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ ദൈവത്തെ തന്നെയാണ് സ്നേഹിക്കുന്നത്. കാരണം ദൈവം തന്നതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. ആ ഒരു ബോധ്യമാണ് നമ്മൾ ദൈവസ്നേഹത്തിലേക്കുള്ള ആദ്യ പടി വയ്ക്കുന്നത്. ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചു തുടങ്ങുന്ന സമയം അതൊരിക്കലും സ്വാർത്ഥപരമായ സ്നേഹമല്ല, അല്ലെങ്കിൽ എനിക്ക് പൂർണ്ണമായിട്ട് എല്ലാം ആവശ്യമാണ് എന്ന ഒരു സ്വാർത്ഥതയിലേക്കുള്ള ആ ഒരു സ്നേഹമല്ല. നേരെ മറിച്ച് ദൈവം എന്നെ സൃഷ്ടിച്ച രീതിയിൽ തന്നെ ഞാൻ എന്നെ അംഗീകരിക്കുകയും ദൈവത്തോടൊന്നായി ചേരാനുള്ള ഒരു തീക്ഷ്ണത. അവിടെയാണ് ഈ ദൈവസ്നേഹം നമ്മൾ പൂവണിയുന്നത്. ഒന്നാമത്തെ ഈ കൽപ്പന പറയുന്നത് പോലെ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും നമ്മുടെ ആത്മാവ് പൂർണ്ണമായിട്ട് ദൈവത്തിന് നൽകിക്കൊണ്ട് അതോടൊപ്പം പൂർണ്ണ മനസ്സോടും ഒരിക്കലും മനസ്സില്ലായ്മയോട് കൂടെയല്ല ദൈവത്തെ സ്നേഹിക്കേണ്ടത്. ഈ 3 കാര്യങ്ങളിലും അത് ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. അവിടെയാണ് ദൈവസ്നേഹം ശക്തി പ്രാപിച്ചുകൊണ്ട് നമ്മൾ രൂപപ്പെട്ട് അത് മറ്റുള്ളവരിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്. അവിടെയാണ് രണ്ടാമത്തെ കൽപ്പന കടന്നു വരുന്നത്. അയൽക്കാരനെ സ്നേഹിക്കുന്നത് നീ നിന്റെ ദൈവത്തെ നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ആ സ്നേഹം എന്നിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഒഴുകാനായിട്ട് തുടങ്ങും. സ്നേഹം എന്ന് പറയുന്നത് അതൊരിക്കലും പിടിച്ചു നിർത്താൻ കഴിയാത്ത കാര്യമാണ്. അത് മറ്റുള്ളവരിലേക്കും കൂടെ കൊടുത്ത് തുടങ്ങും നമ്മൾ. സ്നേഹം എന്ന് പറയുന്നത് അതൊരിക്കലും പിടിച്ചു നിർത്താൻ കഴിയാത്ത കാര്യമാണ്. അത് മറ്റുള്ളവർക്കും കൂടെ കൊടുത്തു തുടങ്ങും നമ്മൾ. ആ ദൈവസ്നേഹം ഒഴുകി തുടങ്ങും. അവിടെയാണ് പരസ്നേഹം ആരംഭിക്കുന്നത്. നമുക്കൊരിക്കലും ദൈവത്തെ സ്നേഹിക്കാതെ നമുക്ക് ദൈവം നൽകിയ എല്ലാത്തിനെയും പൂർണ്ണമായിട്ട് അംഗീകരിക്കാതെ മറ്റുള്ളവരെ സ്നേഹിച്ച് തുടങ്ങാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഈ തിരുവചനം വായിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ദൈവത്തിൽ നമുക്കുള്ള എല്ലാ കുറവുകളോടും കൂടെ ദൈവം സ്നേഹിക്കുവാനായിട്ട് നമുക്ക് തുടങ്ങാം. അതോടൊപ്പം തന്നെ നമുക്ക് ദൈവം നൽകിയിട്ടുള്ള നമ്മുടെ ഹൃദയവും നമ്മുടെ ആത്മാവും മനസ്സുമൊക്കെ ദൈവത്തിന് തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ പൂർണ്ണമായിട്ട് സ്നേഹിച്ചു തുടങ്ങാൻ നമുക്ക് ഇന്നു മുതൽ പരിശ്രമിക്കാം. ആ സ്നേഹം അത് മറ്റുള്ളവരിലേക്കും കൂടെ ഒഴുകാനായിട്ട് തുടങ്ങട്ടെ. ദൈവസ്നേഹം പരസ്നേഹമായിട്ട് മറ്റുള്ളവരിലേക്ക് നിറയപ്പെടാനായിട്ട് തുടങ്ങട്ടെ. അതിന് കർത്താവായ യേശു നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം.
നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ യേശുവേ, അങ്ങ് നൽകിയ 2 കൽപ്പനകളും ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുക എന്നുള്ളതാണല്ലോ. യേശുവേ, പലപ്പോഴും ഞങ്ങൾ സ്വാർത്ഥപരനായിട്ട് ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നുമില്ല എന്ന ഒരു തോന്നലിൽ നിന്നും കൊണ്ട് ഞങ്ങളെ സ്നേഹിക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം അതുവഴി അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയിട്ടുണ്ട്. ആ സന്ദർഭങ്ങളെ ഓർത്ത് ഞങ്ങൾ ഇപ്പോൾ അങ്ങയോട് മാപ്പ് അപേക്ഷിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ ഇനിയുള്ള നാളുകളിൽ എപ്പോഴും അങ്ങയെ സ്നേഹിച്ചു തുടങ്ങാനായിട്ട് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളിൽ ഞങ്ങൾക്ക് താങ്ങും തണലുമായിരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. എല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.